സംഭ്രാന്തരായ ഏതാനും യുവതികളുടെ നിലവിളി കേട്ടുകൊണ്ടാണ് ഒഡീസിയസ് ഉറക്കത്തിൽ നിന്നുണർന്നത്. അദ്ദേഹം എഴുന്നേറ്റിരുന്നു. നിരവധി സംശയങ്ങൾ ആ മനസ്സിലൂടെ പാഞ്ഞുപോയി. ഏത് രാജ്യത്താണ് താൻ എത്തിച്ചേർന്നിരിക്കുന്നത്? ഏത് തരത്തിലുള്ള ആളുകളാണ് ഇവിടെ വസിക്കുന്നത്? രാക്ഷസ പ്രകൃതികളോ പൈശാചിക മനസ്കരോ? അതോ ധർമ്മവും അധർമ്മവും തിരിച്ചറിയാവുന്ന ദയാലുക്കളും? സ്ത്രീകളുടെ ശബ്ദമാണ് കേട്ടതെന്ന് തോന്നുന്നു. ഒരുപക്ഷെ അവർ അപ്സരസുകളോ വനദേവതകളോ ആയിരിക്കാം. ഏതായാലും പോയി നോക്കുക തന്നെ. കുറ്റിക്കാട്ടിൽ നിന്ന് ഇഴഞ്ഞിഴഞ്ഞ ഒഡീസിയസ് ഒരുവിധം പുറത്തു കടന്നു. മരക്കും പൊടിച്ച് നഗ്നത മറച്ചു. പിന്നീട് ശബ്ദം കേട്ട സ്ഥലത്തേക്ക് അദ്ദേഹം ഓടിപ്പോയി. സമുദ്ര ലവണത്തിൽ കുതിർത്തെടുത്ത വികൃതവും ബീവത്സവുമായ ഒരു രൂപം ഓടിവരുന്നത് കണ്ട യുവതികൾ ഭയന്നു പറച്ചു. അവർ ഓടിപ്പോയി മണൽക്കിണകൾക്കിടയിൽ അഭയം തേടി. പക്ഷേ കൂട്ടത്തിൽ ഒരുവൾ മാത്രം ധൈര്യം അവലംബിച്ച് അവിടെ തന്നെ നിന്നു. മറിച്ച് സംഭവിക്കാൻ സാധ്യമായിരുന്നില്ല. കാരണം അഥീനാദേവി തന്നെയാണ് ആ കൂടിക്കാഴ്ചയ്ക്കുള്ള ഏർപ്പാടുകൾ ചെയ്തിരുന്നത്. ആ രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ മകളായിരുന്നു അവൾ. കുമാരയുടെ ഹൃദയത്തിൽ നിന്ന് അഥീനാദേവി ഭീതി ദൂരീകരിച്ചു. ഒരു നിമിഷം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഒഡീസിയസ് നിശ്ചലനായി നിന്നുപോയി. ആ സുന്ദരിയുടെ മുമ്പിൽ സാഷ്ടാംഗം പ്രണാമം ചെയ്യണോ? അല്പം വസ്ത്രത്തിനു വേണ്ടി യാചിച്ചാലോ? നഗരത്തിലേക്കുള്ള വഴി പറഞ്ഞു തരുവാൻ അപേക്ഷിച്ചാലോ? അല്പസമയത്തെ ആലോചനയ്ക്ക് ശേഷം ഒഡീസിയസ് ആ യുവതിയോട് പറഞ്ഞു, ദേവി, അങ്ങ് ദേവതയോ മനുഷ്യസ്ത്രീയോ എന്ന് എനിക്കറിയില്ല. മനുഷ്യസ്ത്രീയാണെങ്കിൽ അവിടുത്തെ മാതാപിതാക്കളാകുവാൻ ഭാഗ്യം സിദ്ധിച്ചവർ അനുഗ്രഹീതരത്രേ. അതിനേക്കാൾ ഭാഗ്യവാന്മാരായിരിക്കും വിവാഹ പാരിതോഷികവുമായി എത്തുന്നവർ. ഞാൻ കൊടുംദുരിതത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. 20 ദിവസം കടൽപ്പരപ്പിലൂടെ യാത്ര ചെയ്ത് കൊടുങ്കാറ്റിൽ ചെങ്ങാടം നഷ്ടപ്പെട്ട് മരണത്തോട് മല്ലിട്ട് ഒരു വിധത്തിൽ ഇവിടെ എത്തിച്ചേരിയിരിക്കുകയാണ്. ദേവി, എന്നോട് കരുണ കാണിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് നഗ്നത മറയ്ക്കുവാൻ അല്പം തുണി തരിക. മഹാത്മാവി, അങ്ങൊരു മാന്യനാണെന്ന് ഞാൻ കരുതുന്നു. ഇത് ഫീഷ്യൻ വർഗക്കാരുടെ രാജ്യമാണ്. അങ്ങ് ഞങ്ങളുടെ രാജ്യത്തിലേക്ക് വന്നിട്ടുള്ള സ്ഥിതിക്ക് വസ്ത്രത്തിനോ മറ്റു വസ്തുക്കൾക്കോ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. ഈ രാജ്യം ഭരിക്കുന്ന ആൽസീനിയൂസ് രാജാവിന്റെ പുത്രിയാണ് ഞാൻ. അങ്ങയ്ക്ക് പട്ടണത്തിലേക്കുള്ള വഴി ഞാൻ കാണിച്ചു തരാം. രാജകുമാരിയുടെ നിർദ്ദേശപ്രകാരം തോഴിമാർ ഒഡീസിയസിന് കുളിക്കുവാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. കുളി കഴിഞ്ഞ് സുഗന്ധലോപനം നടത്തി വസ്ത്രാലങ്കൃതയായി മൂന്നിലെത്തിയ ഒഡീസിയസ് ഒരു ദേവനെ പോലെ വിളങ്ങി. യുവതീരത്നങ്ങൾ ഒഡീസിയസിന് രുചികരമായ ഭക്ഷണ സാധനങ്ങളും മധുരപാനീയങ്ങളും വിളമ്പി. ഭക്ഷണം കഴിഞ്ഞപ്പോൾ രാജകുമാരി പറഞ്ഞു, പ്രഭു, ഇനി നമുക്ക് പട്ടണത്തിലേക്ക് പോകാം. എന്റെ പിതാവിനെ പരിചയപ്പെടാം. ലോകാപവാദത്തെ നാം ഭയക്കണമല്ലോ. അതുകൊണ്ട് വയൽ പ്രദേശം കഴിയുന്നതുവരെ എന്റെ തോഴിമാരോടൊത്തും ഈ വണ്ടിക്ക് പുറകിൽ അങ്ങ് നടന്നു വരിക. രാജവീതിക്ക് സമീപമുള്ള പ്ലോപ്പാർ മരത്തോട്ടത്തിന് ചുറ്റും വിശാലമായ ഒരു പുൽത്തകിടിയുണ്ട്. അതിനടുത്ത് തന്നെ എന്റെ പിതാവ് ഫലവൃക്ഷത്തോട്ടം കാണാം. അവിടെ എത്തുമ്പോൾ അങ്ങ് തോട്ടത്തിൽ വിശ്രമിക്കുക. ഞങ്ങൾ കൊട്ടാരത്തിൽ എത്തിയ ശേഷം മാത്രം നഗരത്തിനുള്ളിൽ പ്രവേശിച്ച് ആരോടെങ്കിലും കൊട്ടാരത്തിലേക്കുള്ള വഴി ചോദിച്ച് മനസ്സിലാക്കാം. കൊട്ടാരത്തിൽ പ്രവേശിച്ചാൽ അങ്ങ് വേഗം ചെന്ന ആൽസിനിയൂസ് രാജാവിനെയും പിന്നിട്ട് എന്റെ മാതാവിന്റെ സമീപത്ത് എത്താം. അമ്മയുടെ പാദങ്ങൾ മുറുകെ പിടിക്കണം. അങ്ങ് പ്രസാദിക്കുകയാണെങ്കിൽ അങ്ങയ്ക്ക് സ്വഭവനത്തിൽ എത്തുവാനും ബന്ധുക്കളെ കാണുവാനും അവസരമുണ്ടാകും. രാജകുമാരിയുടെ വണ്ടി മുന്നോട്ട് നീങ്ങി. ഒഡീസിയസും തോഴിമാരും കാൽനടയായി വണ്ടിക്ക് പിന്നിൽ നടന്നു. സൂര്യാസ്തമനത്തോടുകൂടി അവർ ആ ഫലവൃക്ഷത്തോട്ടത്തിനടുത്തെത്തി. ഒഡീസിയസ് അവിടെ വിശ്രമിച്ചു. രാജകുമാരിയും തോഴിമാരും മുന്നോട്ട് നീങ്ങി. രാജകുമാരിയും തോഴിമാരും കൊട്ടാരത്തിൽ എത്തുന്നെന്ന ബോധ്യമായപ്പോൾ ഒഡീസിയസ് തോട്ടത്തിൽ നിന്ന് എഴുന്നേറ്റു. അഥീനാദേവി അദ്ദേഹത്തെ മാന്ത്രിക ശക്തിയുള്ള ഒരു മൂടൽ മഞ്ഞുകൊണ്ട് ആവരണം ചെയ്തിരുന്നു. അനാവശ്യമായ ചോദ്യം ചെയ്യലും ഉപദ്രവങ്ങളും ഒഴിവാക്കുവാനാണ് ഇങ്ങനെ ചെയ്തത്. നഗരവാതിൽക്കൽ ദേവി ഒരു പെൺകുട്ടിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഒഡീസിയസ് അവളോട് ചോദിച്ചു, പ്രിയപ്പെട്ട കുട്ടി, ആൽസീനിയൂസ് രാജാവിന്റെ കൊട്ടാരത്തിലേക്കുള്ള വഴി ഏതാണെന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായും പറഞ്ഞു തരാം. എന്റെ അച്ഛൻ കൊട്ടാരത്തിനടുത്താണ് താമസിക്കുന്നത്. നിശബ്ദനായി എന്നെ പിന്തുടരുക. നാട്ടുകാർക്ക് അപരിചിതരെ ഇഷ്ടമല്ല. അതുകൊണ്ട് ആരെങ്കിലും നോക്കുകയോ വർത്തമാനം പറയുകയോ ചെയ്യരുത്. കര കാണാത്ത കടലിൽ ചിന്തയോടെ വേഗത്തിൽ കുതിച്ചു പായുന്ന കപ്പലുകളിൽ മാത്രമേ അവർക്ക് വിശ്വാസമുള്ളൂ. ഒഡീസിയസ് ആ പെൺകുട്ടിയെ പിന്തുടർന്നു. കൊട്ടാരത്തിനടുത്തെത്തിയപ്പോൾ അവൾ പറഞ്ഞു, അതാ ആ കാണുന്നതാണ് കൊട്ടാരം. അങ്ങ് ഈ രാജ്യത്ത് ഒരു അപരിചിതനാണെന്ന് ചിന്തിക്കാതെ മുമ്പോട്ട് പോവുക. ആരിറ്റ മഹാരാജ്ഞിയെ കണ്ടുപിടിക്കുക. ഇത്രയും പറഞ്ഞതിന് ശേഷം അവൾ അപ്രത്യക്ഷയായി. ഒഡീസിയസ് രാജകൊട്ടാരത്തിലെത്തി. 1000 ആദിത്യന്മാർ ഒന്നിച്ചുദിക്കുന്ന മാതിരി പ്രശോഭിച്ച ആ കൊട്ടാരം കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു. കാഴ്ചകൾ കണ്ടുകൊണ്ട് അങ്കണവും കടന്ന് ഹാളിൽ പ്രവേശിച്ചു. അവിടെ രാജകുടുംബാംഗങ്ങൾ പൂജാകൃത്യങ്ങളും മറ്റുമായി മുഴുകിയിരിക്കുകയാണ്. അഥീനാദേവി നൽകിയ തിരസ്കരണയുടെ മറവിൽ ഒഡീസിയസ് ആ വിശാലമായ ഹാളും കടന്ന് ആരിറ്റയുടെയും ആൽസിസിയുടെയും രാജാവിന്റെ അരികിലെത്തി. അദ്ദേഹം ആരിറ്റയുടെ മുമ്പിൽ നമസ്കരിച്ചു. അവരുടെ കാലിൽ മുറുകെ പിടിച്ചു.
അപ്പോഴേക്കും തിരസ്കരണി മാറിക്കഴിഞ്ഞിരുന്നു. ഒഡീസിയസിനെ കണ്ടവരെല്ലാം അത്ഭുതപ്പെട്ടു. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ ഒഡീസിയസ് രാജ്ഞിയോട് അപേക്ഷിച്ചു. മഹാനായ റെക്സിനോറിന്റെ മകളായ ആരിറ്റ ദേവി, അവിടുത്തെ മുന്നിൽ ഞാനൊരു അഭയാർത്ഥിയായി പ്രണമിക്കുന്നു. നിരവധി യാതന അനുഭവിച്ച് നരകിച്ച ഞാൻ അവിടുത്തെ രാജ്യത്തിലെത്തിയിരിക്കുകയാണ്. എന്നെ ഇനി കൈവിടാതെ എന്റെ നാട്ടിലെത്തിച്ചേരുവാൻ ദയവുണ്ടാകണം. ഇത്രയും പറഞ്ഞതിനു ശേഷം ഒഡീസിയസ് അഗ്നികുണ്ഡത്തിന് സമീപം ഇരിപ്പുറപ്പിച്ചു. ആ നാട്ടിലെ ഒരു പ്രമുഖ പൗരനും വന്യവയോധികനും വാക്യവുമായ ഏക്നിയോസിന്റെ നിർദ്ദേശപ്രകാരം ഒഡീസിയസിനെ തറയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് വിശിഷ്ടാസനത്തിലെത്തി. രാജകീയമായ സ്വീകരണവും അദ്ദേഹത്തിന് ലഭിച്ചു. ഭക്ഷണത്തിനു ശേഷം സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആൽസിനൂസ് രാജാവ് പറഞ്ഞു, പ്രഭുക്കന്മാരെ, നമ്മുടെ ഭക്ഷണം കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾ വസതിയിൽ പോയി വിശ്രമിക്കുക. നാളെ രാവിലെ ഒരു വമ്പിച്ച സദസ്സ് വിളിച്ചുകൂട്ടി അതിഥിയെ സത്കരിക്കണമെന്നാണ് നാം വിചാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്വദേശം എത്ര ദൂരത്തായിരുന്നാലും അദ്ദേഹത്തെ അവിടെ എത്തിക്കേണ്ട ചുമതല നാം ഏറ്റെടുത്തിരിക്കും. ഏതെങ്കിലും ഒരു ദേവൻ വേഷപ്രച്ഛന്നനായി നമ്മുടെ അരികിൽ എത്തിയിരിക്കുകയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ ഇത് ദേവകൾക്ക് നമ്മോടുള്ള പുതിയ തരം പെരുമാറ്റമാണെന്ന് കരുതുകയും നിർവാഹം. മഹാരാജാവേ, ഒഡീസിയസ് പറഞ്ഞു, അങ്ങ് തോർത്തു വ്യാകുലപ്പെടേണ്ടതില്ല. ഞാൻ നിസ്സാരനായ ഒരു മനുഷ്യൻ മാത്രം. സ്വർഗത്തിൽ വാണരുളുന്ന അനശ്വരനായ ദേവന്മാരുമായി എനിക്ക് ആകൃതിയിലോ പ്രകൃതിയിലോ യാതൊരു സാമ്യവുമില്ല. നാളെ രാവിലെ തന്നെ എനിക്ക് നാട്ടിലേക്ക് മടങ്ങുവാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തു തരാമെന്ന് അങ്ങനെ തരുമെന്നും ഞാൻ അപേക്ഷിക്കും. അങ്ങനെയെങ്കിലും ഞാൻ എൻ്റെ സ്വദേശത്തെത്തട്ടെ. അതിനുശേഷം മരിക്കുന്നുവെങ്കിൽ മരിക്കട്ടെ. അതുമാത്രമാണ് എൻ്റെ ആഗ്രഹം. ഭക്ഷണത്തിനു ശേഷം സഭാവാസികൾ നിദ്രയ്ക്കായി സ്വഭവനങ്ങളിലേക്ക് മടങ്ങും. ഹാളിൽ ഒഡീസിയസും ആരിറ്റ രാജ്ഞിയും ആൽസിനൂസ് രാജാവും മാത്രം ശേഷിച്ചു. അതിഥിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷിക്കുവാൻ സമയമായെന്ന് മനസ്സിലാക്കിയ രാജ്ഞി ചോദിച്ചു, അവിടുന്ന് ആരാണ്? എവിടെ നിന്നാണ് വരുന്നത്? എങ്ങോട്ടാണ് പോകേണ്ടത്? അങ്ങേക്ക് ആരാണ് ഈ വസ്ത്രങ്ങൾ നൽകിയത്? നടന്ന സംഭവങ്ങൾ മുഴുവൻ ഒഡീസിയസ് വിവരിച്ചു. ആൽസിനൂസ് രാജാവ് തന്റെ മകളുടെ സന്ദർഭോചിതമായ നടപടിയെ പ്രശംസിച്ചു. അല്പസമയം കൂടി സംസാരിച്ചതിനു ശേഷം ആരിറ്റോ രാജ്ഞിയുടെ നിർദ്ദേശപ്രകാരം തുറസായ ഗാലറിയിലേക്ക് താഴെ ഒഡീസിയസിന് കിടക്ക വിരച്ചു. അതിൽ മനോഹരമായ കമ്പിളവും കമ്പിളിയും വിരിച്ചു. നിരവധി വർഷങ്ങൾക്ക് ശേഷം ഒഡീസിയസ് സമാധാനത്തോടെ എല്ലാം മറന്ന് നിദ്രയിൽ ലയിച്ചു. പ്രഭാതത്തിൽ ആൽസിനിയൂസ് രാജാവും ഒഡീസിയസും രാജകീയ സദസ്സിൽ കൂടുന്ന മന്ദിരത്തിലെത്തി. രാജാവിന്റെ സന്ദേശവാഹകന്റെ വേഷത്തിൽ അഥീനാദേവി ഇറങ്ങി നടന്നു. പ്രജകളെ പ്രേരിപ്പിച്ചിരിക്കുന്നതിനാൽ ആ വിശാലമായ ഹാൾ ഒരു മനുഷ്യ മഹാസാഗരമായി മാറിയിരുന്നു. സദസ്സിൽ ഒഡീസിയസ് ഒരു ദേവനെ പോലെ പ്രശോഭിച്ചു. ആ ഗംഭീര സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആൽസിനിയൂസ് രാജാവ് പറഞ്ഞു, മാന്യരെ, നിങ്ങളോട് എനിക്ക് ചില കാര്യങ്ങൾ പറയുവാനുണ്ട്. എന്റെ സമീപത്തിരിക്കുന്ന വിശിഷ്ടാതിഥി നമ്മോട് സഹായാഭ്യർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ആരാണെന്ന് എനിക്കറിയില്ല. കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ അദ്ദേഹം എത്തിയിട്ടുള്ളതെന്നും എനിക്കറിയില്ല. പക്ഷേ സഹായ അഭ്യർത്ഥനമായി വന്ന ഒരാളോടും വെറും കൈയോടെ പോയിട്ട് ചരിത്രം നമ്മക്കില്ല. പിറന്ന നാട്ടിൽ എത്തിച്ചേരുവാൻ അതിഥിയെ നാം സഹായിക്കേണ്ടിയിരിക്കുന്നു. അതിനാൽ പെട്ടെന്ന് തന്നെ വേഗമേറിയ ഒരു കപ്പലും 52 തുഴക്കാരെയും സജ്ജീകരിക്കുക. അതിനുശേഷം നിങ്ങൾ വീണ്ടും ഇങ്ങോട്ട് വരിക. നിങ്ങൾക്കിവിടെ വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കിയിരിക്കും. കൊട്ടാര ഗായകനെ, അതായത് ഡെമക്ലോഡിസിനെയും ആണയിച്ചു വരുത്തുക. അദ്ദേഹത്തെ പോലെ സംഗീതം കൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളെയും കുളിർപ്പിക്കുവാനുള്ള കഴിവ് മറ്റാർക്കാണുള്ളത്? രാജാവിന്റെ നിർദ്ദേശപ്രകാരം ഒഡീസിയസിന്റെ മടത്തയാത്രയ്ക്കുള്ള യാത്രാ നൗക സജ്ജീകരിക്കപ്പെട്ടു. പിന്നീട് രാജകുമാരന്മാരെയും പ്രഭുക്കന്മാരെയും വിശിഷ്ട അതിഥികളെയും കൊട്ടാരത്തിലെ വലിയ ഹാളിൽ സമ്മേളിപ്പിച്ചു. വിഭവ സമൃദ്ധമായ സദ്യയ്ക്ക് ശേഷം കൊട്ടാര ഗായകൻ സ്വർഗീയ നാഥനാഥകരാണ് അന്തരീക്ഷത്തെ പുളകം കൊള്ളിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ കാഴ്ചയുണ്ടായിരുന്നില്ല. പക്ഷേ ഏത് ശിലാഹൃദയത്തെയും അലിപ്പിക്കുവാൻ പോകുന്ന സംഗീത വൈഭവം ദേവി അദ്ദേഹത്തിന് കനിഞ്ഞരുളിയിരുന്നു. ട്രോജൻ യുദ്ധത്തെക്കുറിച്ചുള്ള കഥകളാണ് അദ്ദേഹം പാടിയത്. ഗാനം കേട്ടതോടുകൂടി ഒഡീസിയസിന്റെ നേത്രങ്ങൾ ഈർന്നണിഞ്ഞു. ഈ കാഴ്ച മറ്റുള്ളവർ കാണുവാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. അംഗവസ്ത്രം കൊണ്ട് അദ്ദേഹം ശിരസ് മൂടി. ആ സ്വർഗീയ സംഗീതധാരയിൽ ലയിച്ചിരുന്ന ശ്രോതാക്കൾ ഗായകനെ വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഗാനം കേൾക്കും തോറും ഒഡീസിയസിന്റെ ദുഃഖം വർദ്ധിച്ചു. കണ്ണുകൾ അശ്രുപൂർണങ്ങളായി. തൊട്ടടുത്തിരുന്ന ആൽസിനിയൂസ് മാത്രം ഇത് ശ്രദ്ധിച്ചു. മറ്റാരുടെയും ശ്രദ്ധയിൽ ഇത് പെട്ടുമില്ല. രാജാവിന്റെ നിർദ്ദേശപ്രകാരം ഗാനാലാപനം തലച്ചു. തുടർന്ന് അത്യത്ഭുതകരമായ കായിക പ്രകടനങ്ങളാണ് നടന്നത്. ഓട്ടം, ഗുസ്തി, ചാട്ടം, ഭാരദ്വഹനം തുടങ്ങിയ ഇനങ്ങളൊക്കെ വീർപ്പടക്കി നിന്നാണ് കാഴ്ചക്കാർ വീക്ഷിച്ചത്. പ്രദർശനങ്ങളുടെ സമാപനമായപ്പോൾ ലോർഡ് മാസ് പറഞ്ഞു, നമ്മുടെ വിശിഷ്ടാതിഥി കാഴ്ചയ്ക്ക് ഒരു അഭ്യാസിയെ പോലെ തോന്നിക്കുന്നു. അദ്ദേഹം വിദ്യാഭ്യാസ കാലത്ത് എന്താണ് പഠിച്ചതെന്ന് കാണട്ടെ. ഈ നിർദ്ദേശം കാണികൾ സഹർഷം സ്വാഗതം ചെയ്തു. പക്ഷെ ഒഡീസിയസിന് മത്സരങ്ങളിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. അതിനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല അദ്ദേഹം. അദ്ദേഹത്തെ ചുണ്ടി പിടിപ്പിക്കുമെന്ന ഉദ്ദേശത്തോടെ കലീനസ് എന്ന അഭ്യാസി പറഞ്ഞു, അങ്ങൊരു വിനോദപ്രിയനോ കായിക അഭ്യാസിയോ ആണെന്ന് ഞാൻ കരുതുന്നില്ല. ലാഭം മാത്രം നോക്കി നടക്കുന്ന ഒരു കച്ചവടക്കാരനെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങൊരു കായിക അഭ്യാസിയുടെ യാതൊരു ലക്ഷണവും അങ്ങയ്ക്കില്ല.
അമ്പ് ലക്ഷ്യത്തിൽ തറച്ചു. ഒഡീസിയസ് അഭിമാന വിംശിതനായി. അദ്ദേഹം പറഞ്ഞു, നിരവധി നാളുകളിലെ യതനകൾ നിമിത്തം എന്റെ ശരീരം ക്ഷീണിച്ചിരിക്കുന്നു. എന്നാലും ഞാനതൊന്നും കരുതുന്നില്ല. ഏതെങ്ങനെയും ആരെയും വെല്ലുവിളിക്കുവാൻ ഞാൻ തയ്യാറാണ്. നിങ്ങളുടെ വാക്കുകൾ എന്റെ അഭിമാന ബോധത്തിന് തീ കൊളുത്തിയിരിക്കുന്നു. അദ്ദേഹം ചാടി എഴുന്നേറ്റു. അടുത്ത് കിടന്ന ഭാരമേറിയ കരിങ്കൽ കഷ്ണം കയ്യിലെടുത്ത് ഭയങ്കര ശബ്ദത്തോടുകൂടി ദൂരേക്ക് ചുഴറ്റിയെറിഞ്ഞു. അത് മിന്നൽ വേഗത്തിൽ ചീറിപ്പാഞ്ഞു. വളരെ അകലെ പോയി വീണു. അനന്തരം ഒഡീസിയസ് പറഞ്ഞു, കായികാഭ്യാസ പ്രവീണന്മാരെ, നിങ്ങളിൽ കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കരിങ്കൽ കഷ്ണം ഞാൻ എറിഞ്ഞത്ര ദൂരത്തിൽ എറിയുക. നിങ്ങളുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും ആശയം കളിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഏത് വെല്ലുവിളിയും സ്വീകരിക്കുവാൻ ഞാൻ സന്നദ്ധനായി കഴിഞ്ഞു. മുഷ്ടിയുദ്ധമോ ഓട്ടപ്പന്തയമോ ഏതുമാകിക്കോട്ടെ, ഞാൻ തയ്യാറ്. ഒഡീസിയസിന്റെ പ്രകടനവും ഭാവവും രാജാവിനെ ആഹ്ലാദിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ബഹുമാന്യനായ പ്രഭു, ആരെങ്കിലും അങ്ങയെ പരിഹസിക്കുകയോ വെല്ലുവിളിക്കുകയോ ചെയ്യുമെങ്കിൽ അങ്ങ് വിഭ്രജിത വീരനായ വെല്ലുവിളി സ്വീകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അങ്ങ് കഴിവിന്റെ കാര്യത്തിൽ ഇവിടെയുള്ള ആരെക്കാളും മുമ്പിലാണെന്ന് തെളിയിച്ചു കഴിഞ്ഞ് ഞങ്ങൾക്ക് സ്വന്തമായ കഴിവുകൾ ധാരാളമുണ്ടെന്ന് ഇതിനകം അങ്ങ് ബോധ്യമായിരിക്കുക കാണുമല്ലോ. നാവിക വിദ്യയിലും ഓട്ട മത്സരങ്ങളിലും നൃത്തങ്ങളിലും സംഗീതത്തിലും ഈ ലോകത്തെ ആകമാനം ഞങ്ങൾ പിന്നിലാക്കിയിരിക്കുകയാണ്. ഇക്കാര്യം അങ്ങ് നാട്ടിൽ പോയി സ്വജനങ്ങളെ അറിയിക്കുക. തുടർന്ന് നടന്ന നൃത്ത കലാപ്രകടനങ്ങൾ ഒഡീസിയസിനെ വളരെയേറെ വിസ്മയിപ്പിച്ചു. ഒഡീസിയസിന് വിലപിടിപ്പുള്ള പാരിതോഷികങ്ങൾ ലഭിച്ചു. രാജാവും രാജ്ഞിയും 12 രാജകുമാരന്മാരും മറ്റു പ്രഭുക്കന്മാരും അദ്ദേഹത്തെ സമ്മാനങ്ങൾ കൊണ്ട് മൂടി. അവയൊക്കെ പെട്ടിയിൽ വെച്ച് പൂട്ടി നെറ്റ്സ് പിടിപ്പിച്ച് മാന്ത്രികക്കുട്ടുകൊണ്ട് ഭദ്രമായി ബന്ധിച്ചു. അതിനുശേഷം കുളിക്കുവാൻ പോയി. കുളി കഴിഞ്ഞ് തിരികെ ഹാളിലേക്ക് മടങ്ങുമ്പോൾ ഒരു മാനവകയെ പോലെ സുന്ദരിയായ നൂസിക്കാര രാജകുമാരിയെ വാതിൽപ്പടിയിൽ വെച്ച് ഒഡീസിയസ് കണ്ടു. അവൾ ഒഡീസിയസിനെ നോക്കി മന്ദഹസിച്ചു. പ്രഭു, അങ്ങയ്ക്ക് സുഖകരമായ ഒരു യാത്ര ഞാൻ നേരുന്നു. സ്വദേശത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ വല്ലപ്പോഴും ഈ ഉള്ളവളെ കൂടി സ്മരിക്കണം. ഈ സംഭവ വികാസങ്ങൾക്കൊക്കെ കാരണക്കാരി ഞാനാണ്. സമുദ്ര രാജാവിന്റെ പുത്രിയായ നോസിക്കാര രാജകുമാരി കുമാരിയാണ് എനിക്ക് പുനർജന്മം തന്നത്. അതിനൊരിക്കലും മറക്കുവാനാവില്ല. ഒഡീസിയസ് ആളിലേക്ക് മടങ്ങി. അവിടെ അദ്ദേഹത്തിന് വിശിഷ്ടമായ ഇരിപ്പിടം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അതിൽ ഉപവിഷ്ടനായി. തുടർന്ന് വിഭവ സമൃദ്ധമായ ഭക്ഷണത്തിൽ പങ്കെടുകൊണ്ടു. ഭക്ഷണാനന്തരം ഡെമോക്രോഡോസ് ദിവ്യമായ ഗാനാലാപനത്താൽ സഭാവാസികളെ പുളകമണിയിച്ചു. ട്രോയിലെ വീരസമരങ്ങളെക്കുറിച്ചാണ് ഗായകൻ പാടിയത്. ഒരിക്കൽ കൂടി ഒഡീസിയസിന്റെ ഓർമ്മകൾ രണഭൂമിയിലേക്ക് തിരിച്ചുപോയി. അദ്ദേഹത്തിന്റെ കണ്ടമിടറി, കണ്ണുകൾ ഈർന്നണിഞ്ഞു. ഗാനം കേൾക്കുമ്പോൾ അതിഥിക്കുണ്ടാകുന്ന ദുഃഖം ആൽസെന്യൂസ് രാജാവ് മനസ്സിലാക്കി. അദ്ദേഹം ഒഡീസിയസിനെ കുറിച്ചുള്ള വിവരങ്ങൾ ആരാണ്? പ്രഭു, അങ്ങയുടെ ദുഃഖത്തിന് കാരണം എന്താണ്? അങ്ങയുടെ പേരെന്താണ്? അങ്ങ് ആരാണ്? രാജ്യം ഏതാണ്? ജനങ്ങൾ ഏതു വർഗക്കാരാണ്? ഇവയൊക്കെ ദയവായി അറിയിച്ചാൽ അങ്ങയെ സുരക്ഷിതമായി സ്വദേശത്തെത്തിക്കുവാൻ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഞങ്ങളെ സഹായിക്കും. ഞങ്ങളുടെ കപ്പലുകൾക്ക് പ്രത്യേകം കപ്പിത്തന്മാരില്ല, പ്രത്യേകം ചുക്കാനുമില്ല. നാവികരുടെ ചിന്തകളും ഉദ്ദേശങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണ് എൻ്റെ പിതാവായ നാസിത്തൂസ് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ വരുന്നവർക്കെല്ലാം അഭയം കൊടുക്കുന്നതിലും അവരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കുന്നതിലും പൊസൈഡൻ ദേവൻ ഒരിക്കലും അസൂയാലുവും കുപിതനുമാകുമെന്നും ഇത്തരമൊരു അതിഥിയെ സ്വദേശത്ത് കൊണ്ടുവിട്ടിട്ട് വരുന്ന ഞങ്ങളെ ഒരു കപ്പലിനെ ദേവൻ കടലിൽ വെച്ച് തകർക്കണമെന്നും ഞങ്ങളുടെ നഗരത്തിനു ചുറ്റും പൊക്കമേറിയ പർവ്വതമുയർത്തണമെന്നും അദ്ദേഹം പ്രവചിച്ചു. ഇനി അങ്ങയുടെ യാത്രയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ഏതെല്ലാം രാജ്യങ്ങളിൽ അങ്ങ് പര്യടനം നടത്തി? ഏതെല്ലാം പരിഷ്കൃത നഗരങ്ങളിലെ ജനങ്ങളുമായി പരിചയപ്പെട്ടു? ഏതൊക്കെയാണ് പൈശാചിക മനസ്കരവും ക്രൂരവും ഉദാന മനസ്കരും വൈഭവമുള്ളത് ആരൊക്കെ? ട്രോജൻ സ്മരണകഥ കേൾക്കുമ്പോൾ അങ്ങ് ദുഃഖിതനാകുന്നത് എന്തുകൊണ്ട്? കഴിഞ്ഞുപോയ ഭീകരാനുഭവങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിക്കുവാൻ ഒഡീസിയസിന് താല്പര്യമില്ലായിരുന്നു. ആൽസെന്യൂസ് രാജാവിന്റെ നിർബന്ധത്തിന് വഴങ്ങിയ ഒടുവിൽ അദ്ദേഹം സംഭവബഹുലമായ കഥയുടെ ചുരുളഴിച്ചു.